വ്യാപാര യുദ്ധത്തിൽ ചൈനയുമായിട്ട് രമ്യതയിലെത്തിയെന്ന് ട്രംപും പിന്നാലെ ചില മാധ്യമങ്ങളും വീമ്പിളക്കിയ ആ ചർച്ച പൊളിഞ്ഞടുങ്ങുന്നു. ഇപ്പോൾ ട്രംപ് ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷയം തായ്വാനാണ്. അന്ന് ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ദക്ഷിണ കൊറിയയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ തായ്വാൻ ചർച്ച ചെയ്തില്ല എന്ന് തുറന്നു പറഞ്ഞ ട്രംപ് തായ്വാനെതിരെ ചൈന ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ചൈനയ്ക്ക് നന്നായി അറിയാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ ഭരണകാലത്ത് അവർ തായ്വാനെതിരെ ആക്രമണം നടത്തില്ല എന്ന് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് താൻ പോയാൽ യുദ്ധം നടക്കും, താൻ പോയില്ലെങ്കിൽ യുദ്ധം നടക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ട്രംപ് ഇപ്പോൾ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും തായ്വാനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആക്രമിച്ചാലെന്ന്. പക്ഷേ ചൈന അത് വകവെക്കാതെ തായ്വാന്റെ ചുറ്റിലും ദക്ഷിണ ചൈന കടലിടുക്കിലും കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട്, കൂടുതൽ പോർ വിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് അടിക്കടി അവരുടെ ഡ്രില്ലുകൾ നടത്തി വരികയാണ്. ഇതിനിടയിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതിന് മറുപടി എത്തിയിട്ടുണ്ട്. ചൈന പറയുന്നത് തായ്വാൻ തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ ഒരു രാജ്യവും ഇടപെടേണ്ടതായിട്ടില്ല എന്ന് ഷീ ജിൻപിങ് തുറന്ന് അടിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചൈന അമേരിക്ക ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. ഏതായാലും വ്യാപാര ചർച്ച എങ്ങും എത്തിയെന്നൊക്കെ ചില മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ക്ലാരിറ്റി എങ്ങുമില്ല. ചൈനയുടെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് ട്രംപ് അടുത്ത ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, തങ്ങൾ ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ്. മറ്റു രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഒക്കെ കഠിന ഹൃദയരാണ്, അവർ അത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. മുൻപ് നരേന്ദ്രമോദിയെ കുറിച്ചും കഠിന ഹൃദയൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷീ ജിൻപിങ്ങും കഠിന ഹൃദയനാണ്, പുടിനും കഠിന ഹൃദയനാണ്. അവരത് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുകൂടി ട്രംപ് പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.